ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 16 വാക്യം. യേശുവിൻ്റെ തിരുത്തോളിലേക്ക് വെച്ചുകൊടുത്ത കുരിശിൻ്റെ ഭാരം എൻ്റെ അകൃത്യങ്ങളുടെയും തിന്മയുടെയും പാപങ്ങളുടെയും ഭാരമാണ്. പക്ഷേ പാപിയുടെ മാനസാന്തരത്തിനായി കുരിശ് വഹിക്കുവാൻ യേശു സ്വയം കുനിഞ്ഞു കൊടുക്കുന്നു. ലോകത്തിൻ്റെ നാഥനായ യേശുവിന് തോളിൽ വെച്ചുകൊടുത്ത കുരിശ് പിന്നീട് 2000 വർഷങ്ങൾക്കിപ്പുറവും ക്രൈസ്തവൻ്റെ അടയാളമായി മാറിയെങ്കിൽ അതിൻ്റെ ചൈതന്യം അവർണ്ണനീയമാണ്. കുരിശ് ചുമക്കുന്ന യേശുവിൻ്റെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് ലോകം മുഴുവനുമാണ്. അവൻ്റെ അധരങ്ങളിൽ മന്ത്രിച്ചത് സങ്കീർത്തനങ്ങളാണ്. അപമാനത്തിൻ്റെ അടയാളമായ കുരിശിനെ ആരാധനയുടെ അടയാളമാക്കി മാറ്റിയവനാണ് യേശു. കുരിശിനെ പുണരുന്ന യേശുവിലാണ് പ്രവാചകരുടെ വാക്കുകളുടെ പൂർത്തീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏശയ്യാ പ്രവാചകൻ്റെ സഹനദാസിനെ പറ്റിയുള്ള പ്രവചനത്തിൽ അവൻ്റെ മുറിവുകളിൽ നാം സുഖപ്പെടുന്നുവെന്നാണ് പറയുക. ഇപ്രകാരം യേശുവിൻ്റെ കുരിശ് നിത്യരക്ഷയ്ക്കായുള്ള ഒരു മരുന്ന് കൂടിയാണ്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു എന്ന ഗാനത്തിൻ്റെ ഈരടികളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശും നമുക്ക് സമർപ്പിക്കാം.